നമസ്കാരം, ഞാൻ ഡോക്ടർ ജയപാർവതി, പരബ്രഹ്മ ഹോസ്പിറ്റലിലെ ഡെന്റൽ സർജനാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ടൂത്ത് ഗ്രൈൻഡിങ് അല്ലെങ്കിൽ ബ്രെക്സിസം, പല്ല് കടിക്കുന്നതിനെ പറ്റിയാണ്. ഇത് ഒരു ഓറൽ ഹാബിറ്റാണ്. പലർക്കും ഇതറിയില്ല. രാത്രി കാലങ്ങളിൽ അവർ പല്ല് കടിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പലർക്കും അവെയറായിട്ട് ഇരിക്കാറില്ല. അപ്പോൾ ഇത് കുട്ടികളിൽ കാണാറുണ്ട്. പിന്നീട് അത് വളർന്നു വരുമ്പോൾ അവർക്ക് ഉണ്ടാവാനോ ഉണ്ടാവാതെ അത് മാറാനോ ചാൻസ് കൂടുതലാണ്. ഇതാണെങ്കിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള ബ്രെക്സിസം ഉണ്ട്. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്ത് പല്ല് കടിക്കുന്നതിൻ്റെ ഒരു ശീലം, അല്ലാതെ രാത്രിയിൽ അവരറിയാണ്ട് പല്ല് കടിക്കുന്ന ഒരു ശീലം. കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്തിരിക്കുമ്പോഴോ TV കാണുമ്പോഴോ അല്ലെങ്കിൽ ലാപ്പിൽ വർക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അടുക്കളയിൽ നമ്മൾ എന്തെങ്കിലും ജോലിയൊക്കെ എടുക്കുമ്പോൾ അറിയാണ്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ പല്ല് കടിക്കുന്ന ഒരു ശീലം. സാധാരണയായിട്ട് നമ്മൾ ആഹാരം കഴിക്കുമ്പോഴാണ് പല്ല് രണ്ടും കൂട്ടിമുട്ടുന്ന ആവശ്യകതയുള്ളൂ. അപ്പം യഥാർത്ഥത്തിൽ താഴത്തെ പല്ലും മുകളിലത്തെ പല്ലും തമ്മിൽ ഒരു 2 mm ഡിഫറൻസ് എങ്കിലും ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ രാത്രിയിൽ അറിയാണ്ട് പല്ല് കടിക്കുന്ന ഒരു ശീലം. അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് റെക്കോർഡർ വെച്ചിട്ട് നമുക്ക് അത് കണ്ടുപിടിക്കാവുന്നതാണ്, നമുക്ക് ആ ശീലം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇത് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ്സ്, അത് കഴിഞ്ഞിട്ട് ജനറ്റിക്കലി ഈ ഒരു ശീലം ഉള്ളവർക്ക്, അത് കഴിഞ്ഞിട്ട് പിന്നെ വേം ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്ക് അതുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് സ്ട്രെസ്സ് കാരണം അത് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇവരറിയാണ്ടാണ് രാത്രി കാലങ്ങളിൽ പല്ലറിയാണ്ട് ഇത് കടിക്കുന്നത്. അപ്പം ഇത് നമുക്ക് ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് പല്ലിന് ക്രാക്ക് ഉണ്ടാവും, അധികമായ തലവേദന, പുളിപ്പ് എന്നിവയെല്ലാം ഇതിൻ്റെ സിംറ്റംസ് ആയിട്ട് കാണാൻ കഴിയുന്നതാണ്. നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാൻ എങ്ങനെ കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അധികമായിട്ടുള്ള സ്ട്രെസ് കുറയ്ക്കുക, അതുപോലെ തന്നെ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് കുറയ്ക്കുക, അതേപോലെ കഫെയിൻ ഐറ്റംസ് അല്ലെങ്കിൽ ആൽക്കഹോൾ എന്നിവ ഉറങ്ങുന്നതിന് മുന്നേ ഉപയോഗിക്കാതിരിക്കുക. മാക്സിമം എത്രത്തോളം നമ്മൾ റിലാക്സ് ആവുന്നോ അത്രയും നമുക്ക് ഈ ശീലം ഒഴിവാക്കാൻ കഴിയുന്നതാണ്. മെഡിറ്റേഷൻ വഴി അല്ലെങ്കിൽ എക്സസൈസ് ഒക്കെ വഴി നമുക്കിതൊരു പരിധി വരെ കുറയ്ക്കാം. ഇങ്ങനെ മാറ്റം ഒന്നുമില്ല, ഈ പല്ല് ഇങ്ങനെ കടിച്ചിട്ട് തേയ്മാനം കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുന്ന കണ്ടീഷനാണെങ്കിൽ ഒരു ഡെന്റിസ്റ്റിനെ കണ്ടിട്ട് കൺസൾട്ട് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് മൗത്ത് ബ്രീത്തിങ്ങിനുള്ള അപ്ലയൻസ്, അതായത് നൈറ്റ് ഗാർഡ് എന്ന് പറഞ്ഞിട്ട് മൗത്ത് ഗാർഡ് തരാനായിട്ടുള്ള, അങ്ങനെയാണ് നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് അവസാന ട്രീറ്റ്മെൻറ്റിൽ പറ്റുന്നത്. ഇതുപോലെയുള്ള ടിപ്സിന് വേണ്ടിയിട്ട് പരബ്രഹ്മ ഹോസ്പിറ്റലിലെ ഈ പേജ് ഫോളോ ചെയ്യുക.